അഭയാർത്ഥികളുടെ അനിയന്ത്രിതമായ തള്ളിക്കയറ്റം നിമിത്തം യാഥാസ്ഥിതിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലണ്ട്. ഇതര രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥിയോ കുടിയേറ്റക്കാരനോ ഒക്കെയായി ബ്രിട്ടന്റെ അതിർത്തി കടന്നു വരുന്നവരെല്ലാം ആനയിച്ചു കൊണ്ടുപോയി മെച്ചപ്പെട്ട താമസവും ഭക്ഷണവും നൽകി പിന്നീട് വിദ്യാഭ്യാസവും ജോലിയും പാർപ്പിടവും ഒക്കെ പിന്നെ പൗരത്വവും ഒക്കെ നൽകി പരിപാലിക്കുന്ന തരത്തിലായിരുന്നു ഇന്നാളിതുവരെയുള്ള ബ്രിട്ടന്റെ കുടിയേറ്റ നിയമങ്ങൾ. ക്രൈസ്തവികതയുടെയും മാനവികതയുടെയും പേരിൽ അവരാവിഷ്കരിച്ച ഉദാരമായ ഇത്തരം കുടിയേറ്റ നിയമങ്ങളുടെ മറപിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇരച്ചു കയറി വന്നവരിൽ ചില രാഷ്ട്രങ്ങളിലെ കുടിയേറ്റക്കാർ ബ്രിട്ടനെ തനത് മൂല്യങ്ങളിൽ നിന്ന് അട്ടിമറിച്ച് അവരുടെ അസ്തിത്വം മലീമസമാക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയവരായിരുന്നു. പലപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകൾ ബ്രിട്ടന് കിട്ടിയിട്ടുണ്ട് എങ്കിലും വോട്ട് ബാങ്കിന്റെയും ന്യൂനപക്ഷ ഇരവാദത്തിന്റെയും പേരിൽ അതിനെ നേരിടാൻ കഴിയാതെ പതറി നിൽക്കുകയായിരുന്നു ബ്രിട്ടീഷ് അധികാരികൾ. എന്നാൽ ഇപ്പോൾ ബ്രിട്ടനിലുടനീളം അക്രമങ്ങളും മാരകമായ ലൈംഗിക കുറ്റകൃത്യങ്ങളും അഴിച്ചുവിട്ടുകൊണ്ട് അത്തരക്കാർ ബ്രിട്ടീഷ് പൗരന്മാർക്ക് കടുത്ത ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ മാരകമായ വേർഷനാണ് കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ ഇസ്ലാമിക രാഷ്ട്രമായ സുഡാനിൽ നിന്നെത്തിയ അഭയാർത്ഥിയിൽ നിന്നുണ്ടായത്. UK-യിലെ ബെൽഫാസ്റ്റിലായിരുന്നു ലോകത്തെ മുഴുവൻ നടുക്കുന്ന തരത്തിലുള്ള അക്രമം അരങ്ങേറിയത്. മുഖം മൂടി വെച്ച 30-കാരനായ ഹാദി അലോഡിദ് എന്ന അഭയാർത്ഥി ബ്രിട്ടീഷ് പൗരനായ 40 വയസ്സുകാരൻ സ്റ്റീഫൻ ഓഗിൽവിക്കിന്റെ തല വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന ഭീകരമായ കാഴ്ചയാണ് അവിടെ നിന്നവരെ മുഴുവൻ നടുക്കി കളഞ്ഞത്. ഒഗിൽവിക്കിന്റെ കണ്ണിലേക്ക് മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയും മുഖത്തും പുറത്തുമെല്ലാം വെട്ടി പരിക്കേൽപ്പിച്ച് അഭയാർത്ഥി ബ്രിട്ടീഷ് പൗരന്റെ നെഞ്ചിൽ കയറി തലയറുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് കണ്ട് അങ്ങോട്ട് ഓടിയെത്തിയ മറ്റുള്ളവരുടെ നേരെ ഭയാനകമായി കത്തി വീശിക്കൊണ്ട് അക്രമി പറഞ്ഞത്, ഇടപെടാൻ ശ്രമിച്ചാൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ബ്രിട്ടീഷ് പൗരന്റെ വിധി അവർക്കും നേരിടേണ്ടി വരുമെന്നായിരുന്നു. അക്രമത്തിനിരയായ ബ്രിട്ടീഷ് പൗരന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കൊലപാതക ശ്രമം, ബ്ലേഡ് പോലുള്ള ആയുധം കൈവശം വെക്കൽ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഈ സുഡാനീസ് പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതോടെ ബ്രിട്ടീഷ് പൗരന്മാർ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും അത് കലാപമായി പടരുകയുമായിരുന്നു. ലണ്ടനിലും വെൽഫാസ്റ്റിലും ഉടനീളം അക്രമാസക്തരായ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങളും ആഭ്യന്തര കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. മുഖം മൂടി ധരിച്ച യുവാക്കൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രകടനക്കാർ നിയമപാലകരുമായി ഏറ്റുമുട്ടുകയും പൊതുഗതാഗത ബസ്സുകളും പ്രാദേശിക വാഹനങ്ങളും കത്തിക്കുകയും പ്രധാനപ്പെട്ട റോഡുകൾ തടയുകയും ചെയ്തു. 100 കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി, വാഹനങ്ങൾ കത്തിച്ചു, കുടിയേറ്റക്കാരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. കലാപകാരികൾ കുടിയേറ്റക്കാർ നടത്തുന്ന ഹോട്ടലുകൾക്കും കടകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ അക്രമം തുടരുകയാണ്. വടക്കൻ അയർലാൻഡിലെ ഫസ്റ്റ് മിനിസ്റ്ററായ മിഷേൽ ഒനീൽ കലാപത്തെ വെറുപ്പുളവാക്കുന്ന ഭീരുത്വമെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇത് പ്രതിഷേധമല്ല, മറിച്ച് ക്രൂരമായ ഗുണ്ടായിസമാണ് എന്നാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചത്. ആഭ്യന്തര കലാപം ശക്തമായിരുന്ന സുഡാനിൽ നിന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബ്രിട്ടനിലേക്ക് അഭയാർത്ഥികളുടെ കുത്തൊഴുക്കായിരുന്നു. അന്ന് ചുരുക്കം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് ആസൂത്രിതമായി കുടിയേറ്റം നടത്താനുള്ള കുടിലതന്ത്രങ്ങളുടെ ഭാഗമായി സുഡാനിൽ ആഭ്യന്തര കലാപം ആസൂത്രിതമായി നടപ്പിലാക്കുന്നതാണ് എന്നായിരുന്നു. അന്നത് ഗൗനിക്കാതെ സുഡാനികളെ ലേബർ സർക്കാരുകൾ ബ്രിട്ടന്റെ തോളിലേക്ക് എടുത്തുവെച്ചു. എന്നാൽ സ്വന്തം നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ അവകാശപ്പെട്ട ബ്രിട്ടീഷ് പൗരന്മാരുടെ നെഞ്ചിൽ കയറിയിരുന്ന് അവരുടെ കഴുത്തറുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയതോടെ അസ്തിത്വബോധത്തിന് മാരകമായി പരിക്കേറ്റ ബ്രിട്ടീഷുകാർ ശക്തമായി ഇപ്പോൾ തെരുവുകളിൽ ഇറങ്ങി പ്രതികരിക്കുന്ന കാഴ്ചയാണ് ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ബ്രിട്ടന്റെ കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് റിഫോം UK, റീസ്റ്റോർ ബ്രിട്ടൻ എന്നീ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ബ്രിട്ടീഷ് ജനതയുടെ അസ്തിത്വബോധത്തിലേക്ക് തിരിച്ചറിവിന്റെ ആവേശം നിറയ്ക്കുകയും വർഷങ്ങളായി നഷ്ടമായിരുന്ന ബ്രിട്ടന്റെ യാഥാസ്ഥിതിക മൂല്യങ്ങൾ തിരികെ പിടിക്കുവാൻ വേണ്ടതെല്ലാം ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ശതകോടീശ്വരനും മാധ്യമ രാജാവുമായ എലോൺ മസ്കിനെ പോലെയുള്ള തീവ്ര വലതുപക്ഷ നിലപാടുള്ളവരും അവർക്കൊപ്പം കളത്തിലിറങ്ങുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഉത്തര അയർലാൻഡിന്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തീ അണയ്ക്കാൻ ഇതുവരെയും ബ്രിട്ടന് കഴിഞ്ഞിട്ടില്ല. നിയമം കയ്യിലെടുക്കുന്ന കലാപകാരികളെ അടിച്ചമർത്തുമ്പോൾ തന്നെ കുടിയേറ്റം സംബന്ധിച്ച ജനങ്ങളുടെ യഥാർത്ഥ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ തെരുവുകളിൽ ശാശ്വതമായ സമാധാനം തിരികെ കൊണ്ടുവരാൻ അവർക്ക് കഴിയുകയുള്ളൂ. അടുത്ത കാലത്തായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് UK കടന്നു പോകുന്നത്.
പണപ്പെരുപ്പം, ഉയർന്ന നികുതി, തൊഴിലില്ലായ്മ എന്നിവ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ നികുതി പണം സർക്കാർ സ്വന്തം പൗരന്മാർക്ക് നൽകാതെ അഭയാർത്ഥികൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും നൽകാൻ ഉപയോഗിക്കുന്നു എന്ന ചിന്ത ബ്രിട്ടീഷുകാർക്കിടയിൽ ശക്തമാണ്. ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്ന് 10,000-കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് പ്രതിവർഷം UK-യിലെത്തുന്നത്. ഇത് തടയാൻ മുൻപ് ഭരിച്ച കൺസർവേറ്റീവ് സർക്കാരിനോ നിലവിലെ ലേബർ സർക്കാരിനോ സാധിച്ചിട്ടില്ല. കുടിയേറ്റ നിയമങ്ങളിൽ ഭേദഗതി വരുത്താനും ജാഗ്രതയോടെ നിലകൊള്ളുവാനും ബ്രിട്ടീഷ് ജനത തയ്യാറായിരുന്നുവെങ്കിൽ പട്ടാപ്പകൽ കഴുത്തറക്കപ്പെടുന്ന പരമഗതികേടിലേക്ക് ബ്രിട്ടീഷ് പൗരന്മാർ കൂപ്പുകുത്തി വീഴുകയില്ലായിരുന്നു. കുടിയേറ്റ നിയമം ഭേദഗതി ചെയ്ത് അനധികൃതവും ആസൂത്രിതവുമായ കുടിയേറ്റത്തിന് കടിഞ്ഞാൺ ഇട്ടില്ല എങ്കിൽ ഊഴം കാത്തിരിക്കുന്ന ഭീകരവാദത്തിന്റെ കഠാരകൾ ബ്രിട്ടീഷ് പൗരന്മാരെ ഭയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.